ഈ വീഡിയോയിൽ നമ്മൾ സി പ്രോഗ്രാം ഉപയോഗിച്ച് ഒരു ഫിബനാച്ചി സീക്വൻസ് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. ഫിബനാച്ചി സീക്വൻസ് എന്ന് പറയുന്നത് അഥവാ ഫിബനാച്ചി സംഖ്യാ ശ്രേണി എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരം നമ്പർ സീക്വൻസ് ആണ്. സോ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ആദ്യത്തെ രണ്ട് നമ്പർ എന്ന് പറയുന്നത് 0 and 1 ആയിരിക്കും. സോ ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് ഈ രണ്ട് നമ്പറിൻ്റെ തുകയായിരിക്കും, അതായത് 0 + 1 1 ആയിരിക്കും. ഇനി അടുത്ത നമ്പർ എന്ന് പറയുന്നത് ആ നമ്പറിന് മുമ്പുള്ള രണ്ട് സംഖ്യകളുടെ തുകയായിരിക്കും. സോ 1 + 1 2. അടുത്തത് എന്ന് പറയുന്നത് 1 + 2 3, അടുത്തത് 3 + 2 5. സോ ഈ ഒരു രീതിയിലായിരിക്കും ഈ ഫിബനാച്ചി സീക്വൻസ് ഉണ്ടായിരിക്കുക. അടുത്തതെന്ന് പറയുന്നത് 5 + 3 8, 8 + 5 13, 13 + 8 21. ഈ രീതിയിലാണ് ഫിബനാച്ചി സീക്വൻസ് ഉണ്ടായിരിക്കുക. സോ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു സംഖ്യ എന്ന് പറയുന്നത് ആ സംഖ്യയുടെ മുമ്പുള്ള രണ്ട് സംഖ്യകളുടെ തുകയായിരിക്കും. ഇതാണ് ഫിബനാച്ചി സീക്വൻസ് അഥവാ ഫിബനാച്ചി സംഖ്യാ ശ്രേണി എന്ന് പറയുന്നത്. സോ ഇത് നമുക്ക് ഒരു സി പ്രോഗ്രാം ഉപയോഗിച്ച് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. സോ ആദ്യമായി നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ശേഷം നമ്മൾ പ്രിന്റ് ഓഫ് ഉപയോഗിച്ച് ഒരു മെസ്സേജ് പ്രിന്റ് ചെയ്യുന്നു. എൻ്റർ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സീക്വൻസ്. സോ നമുക്ക് ഈ ഫിബനാച്ചി സീക്വൻസിൽ എത്ര സംഖ്യകൾ വേണം എന്നുള്ള ഒരു നമ്പറാണ് നമ്മൾ ആദ്യം എൻ്റർ ചെയ്യുന്നത്. സോ നമ്മളത് സ്കാൻഎഫ് ഉപയോഗിച്ച് എന്നിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ 5 എന്നാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഈ സീക്വൻസിലെ ആദ്യത്തെ 5 നമ്പർ നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നതായിരിക്കും. അതായത് 0 മുതൽ 3 വരെയുള്ള ഈ 5 എലമെൻറ്റ്സ് നമുക്ക് പ്രിൻ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ എലമെൻറ്റ്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സീക്വൻസിൽ എത്ര നമ്പർ വേണം എന്നുള്ളതാണ്. സോ നമ്മൾ 10 എന്നാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ സീക്വൻസിലെ ആദ്യത്തെ 10 നമ്പർ ഇത് പ്രിൻ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി നമ്മളൊരു 3 വേരിയബിൾ കൂടി ഡിക്ലെയർ ചെയ്യുന്നു. ഇൻറ്റ് ഐ ഫോർ ലൂപ്പിന് വേണ്ടിയിട്ട്, അതുപോലെ സംഖ്യാ ശ്രേണിയിലെ ആദ്യത്തെ നമ്പറിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് F0, രണ്ടാമത്തേതിനെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് F1, പിന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട സംഖ്യയെ സൂചിപ്പിക്കുന്നതിന് Fn എന്നീ 4 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുക. ശേഷം F0യുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, ആദ്യത്തെ സീക്വൻസിലെ ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 0 ആണ്. അതിന് 0 എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ F1ൻ്റെ വാല്യൂ 1 എന്നും ഇനീഷ്യലൈസ് ചെയ്യുക. സോ നമുക്ക് ഈ ആദ്യത്തെ 0 എന്ന് പറയുന്നത് F0, രണ്ടാമത്തെ F1 എന്ന് പറയുന്നത് ഈ നമ്പർ 1 ആണ്. സോ Fn എന്ന് പറയുന്നതാണ് നമുക്കിനി കണ്ടുപിടിക്കാനുള്ളത്. ശേഷം നമ്മളൊരു ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഫോർ ലൂപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഐൻ്റെ വാല്യൂ ഇനീഷ്യലൈസ് ചെയ്യുന്നു. i = 1. ശേഷം i <= നമ്മുടെ എത്ര എലമെൻ്റ് ആണോ പ്രിൻറ്റ് ചെയ്യുന്നത് അതുമായി കമ്പയർ ചെയ്യുന്നു. i <= n. ശേഷം നമ്മൾ ഇൻക്രിമെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നു i++. ശേഷം നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മുടെ ആദ്യത്തെ സംഖ്യ പ്രിൻറ്റ് ചെയ്യുന്നു. നമ്മുടെ സീക്വൻസിലെ ആദ്യത്തെ സംഖ്യ പ്രിൻറ്റ് ചെയ്യുന്നു. %d. ആദ്യത്തെ സംഖ്യ എന്ന് പറയുന്നത് F0 ആണ്. നമ്മൾ F0 പ്രിൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സംഖ്യ 0 പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ Fn എന്ന് പറയുന്ന വേരിയബിളിനൊരു ഫോർമുല കൊടുക്കുന്നു. Fn = F0 + F1. F0യും F1ഉം കൂട്ടിയ സംഖ്യയാണ് ഇപ്പോൾ Fnൽ ഉണ്ടായിരിക്കുക. ശേഷം നമ്മൾ F0യിലോട്ട് F1ൻ്റെ വാല്യൂ അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ F0യിൽ 1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും ഉണ്ടായിരിക്കുക, കാരണം F1ൽ ഇപ്പോൾ ഉള്ളത് 1 എന്ന് പറയുന്ന വാല്യൂ ആണ്. Fnൽ ഇപ്പോൾ ഉള്ളത് 0 + 1, അതും 1 ആയിരിക്കും. ശേഷം F1 എന്ന് പറയുന്ന വേരിയബിളിലോട്ട് നമ്മൾ Fn എന്ന് പറയുന്ന വേരിയബിളിലെ വാല്യൂ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ Fnൽ ഉണ്ടായിരിക്കുക 0 + 1 1 എന്ന് പറയുന്ന ഒരു വാല്യൂ ആയിരിക്കും. F0യിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുക 1 എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും, കാരണം നമ്മളിവിടെ F1ലെ വാല്യൂ F0യിലോട്ട് സ്റ്റോർ ചെയ്തു. ഇനി അടുത്ത ലൂപ്പ് വർക്ക് ചെയ്യുമ്പോൾ F0യിലെ 1 പ്രിൻറ്റ് ചെയ്യുന്നു. 1 പ്രിൻറ്റ് ചെയ്ത ശേഷം നമ്മുടെ F0യിൽ ഓൾറെഡി 1 ആണുള്ളത്, F1ലും 1 ആണുള്ളത്. സോ 1 + 1 2 Fnലോട്ട് സ്റ്റോർ ചെയ്യുന്നു. ശേഷം F0യിലോട്ട് F1ലെ വാല്യൂ ആയ 1ഉം സ്റ്റോർ ചെയ്യുന്നു. ശേഷം F1ലോട്ട് Fnലെ വാല്യൂ ആയ 2 സ്റ്റോർ ചെയ്യുന്നു. ശേഷം ഈ ലൂപ്പ് വർക്ക് ചെയ്ത് വീണ്ടും വരുമ്പോൾ നമുക്ക് F0യിൽ ഇപ്പോൾ ഉള്ളത് 1 ആണ്. ആ 1 ഇവിടെ വീണ്ടും പ്രിൻറ്റ് ചെയ്യുന്നു. ശേഷം ഇതേ രൂപത്തിൽ ഈ ഫോർ ലൂപ്പ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ തവണയും നമ്മുടെ ഈ n എന്ന് പറയുന്ന നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആയ n മെറ്റ് ചെയ്യുന്നത് വരെ നമുക്കിങ്ങനെ പ്രിൻറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ നമ്മൾ 5 ആണ് n എൻ്റർ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് 0 1 1 2 3 ഇതുവരെ നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഞാൻ ഇവിടെ 5 എന്ന് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം 0 1 1 2 3 എന്ന് നമുക്കിവിടെ ലഭിക്കുന്നു. സോ നമുക്ക് നമ്മുടെ സീക്വൻസ് ചെക്ക് ചെയ്താൽ നിങ്ങൾ കാണാം 0 1 1 2 3. സോ നമുക്ക് പ്രിൻറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രത്യേക നല്ല രീതിയിൽ പ്രിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. സോ നമുക്കതിന് വേണ്ടി %d എന്ന് കൊടുത്ത ശേഷം ഒരു കോമ കൊടുക്കാം.
കോമ കൊടുത്ത് ഇനി നമുക്കൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. ശേഷം 5 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാം 0 1 1 2 3 എന്നിങ്ങനെ. സോ നമുക്ക് 10 എന്ന് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ 10 എലമെൻറ്റ്സ്, ആ സീക്വൻസിലെ ആദ്യത്തെ 10 എലമെൻറ്റ്സ് ഇത് പ്രിൻറ്റ് ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾക്കിവിടെ കാണാം 0 1 1 2 3 5 8 13 21 34. സോ ഈ 34 എടുത്തു കഴിഞ്ഞാൽ ഇതിന് മുമ്പുള്ള 2 സംഖ്യകളുടെ തുകയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 21 + 13 അത് 34 ആണ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് ഫിബൊനാച്ചി സീക്വൻസ് നമ്മുടെ സി പ്രോഗ്രാം ഉപയോഗിച്ച് പ്രിൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്.